എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരിയുടെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് നല്ല നൈസ് പത്തിരി വീട്ടിൽ തയ്യാർ ചെയ്തെടുക്കണേ നമുക്ക് നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റോട് കൂടി ഇത് തയ്യാർ ചെയ്തെടുക്കണം നമുക്ക് നോക്കിയാലോ. 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് 1 കപ്പ് മാറ്റിയെടുക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. ഇതിനകത്തോട്ട് 1/2 പാക്കറ്റ് നൈസ് പത്തിരി പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതുണ്ടോ, ആ ഒരു തിളച്ച വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പത്തിരി നമുക്ക് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് താഴ്ത്തിയ ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് തന്നെ പത്തിരിപ്പൊടി നന്നായിട്ടൊന്ന് വാട്ടി വരുന്നതാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. പച്ചരി ഇതുപോലെ ഒന്നിനൊന്ന് തൊടാണ്ട് വെള്ളമൊക്കെ ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതുവരെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ഒരു ഫാനിൻ്റെ ചോട്ടിൽ കുറച്ചൊന്ന് ആറാൻ വേണ്ടി വയ്ക്കുക. അത് നല്ലപോലെ ആറിയ ശേഷം ഇളം ചൂടുണ്ട്. നമുക്കിതുപോലെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴയ്ക്കുമല്ലോ, ആ ഒരു രീതിയിൽ നന്നായി കുഴച്ചെടുക്കുക. എണ്ണയൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ഈ ചപ്പാത്തിക്ക് കുഴച്ചതിന് കുറച്ച് ഉരുളകളായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഓരോ ബോൾസും ഇനി നമ്മൾ പരത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ കുഴച്ചിട്ടാണ് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുമല്ലോ, ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യും. അരിപ്പൊടി തന്നെ കല്ലിൽ ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓരോ ഉരുള നല്ല രീതിയിലൊന്ന് കുഴയ്ക്കുക. എന്നിട്ട് ചപ്പാത്തി കോലുപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഒരു 3-4 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ, പാകത്തിന് അരിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ തട്ടിക്കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അതുപോലെ നല്ല രീതിയിൽ ഇത് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവുകളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുക. ഇതുണ്ടോ, ഒന്നും ഒട്ടണില്ല. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ കുഴച്ചെടുക്കണോ അതിനനുസരിച്ച് മാവ് ഇതുപോലെ ഒട്ടാതെ നമുക്ക് കിട്ടും. ആ വാട്ടുന്നതിലാണ് നല്ല ഡ്രൈ ആയിട്ട് നമ്മളിത് വാട്ടിയെടുക്കണം. അപ്പോൾ അതുപോലെ നൈസായിട്ട് പരത്താനും കിട്ടും. അതിനുശേഷം ഒരു ചപ്പാത്തിയുടെ പാനിൽ ആദ്യം ഉണ്ടാക്കിയ പത്തിരി ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു മിനിറ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്യുന്നതിലേക്ക് 2 വശവും നന്നായിട്ടൊന്ന് വാടി വരും. അപ്പോൾ തന്നെ നമുക്ക് മാറ്റാവുന്നതാണ്. അടുത്ത പത്തിരി ഇടുമ്പോൾ ആ ഒരു പാനിലുള്ള ആ ഒരു പൊടി നീക്കം ചെയ്ത ശേഷം രണ്ടാമത്തെ പത്തിരി ഇട്ട് കൊടുക്കുക. അതേപോലെ, കാരണം ആ പൊടി നമ്മൾ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കരി പിടിക്കും. അപ്പോൾ ഓരോ തവണ പത്തിരി ചുടുമ്പോഴും ആ ഒരു പാനകത്തുള്ള അരിപ്പൊടിയുടെ ആ ഒരു പൊടി നമുക്ക് കളഞ്ഞ ശേഷം വീണ്ടും നമുക്ക് പുതിയത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും മുറിച്ചെടുത്തതാണിത്. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്ത ചിക്കൻ കറിയോടൊപ്പവും ചിക്കൻ ഫ്രൈയോടൊപ്പമാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.